നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാരുമായി വീണ്ടും കൊമ്പുകോർത്ത് കെൽട്രോൺ. AI ക്യാമറ വെച്ചതോടുകൂടി ഗതാഗത നിയമ ലംഘനങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്നത് സത്യം തന്നെയാണ്. എന്നാൽ 1% ആളുകൾ ഇപ്പോഴും റോഡിലിറങ്ങിയാൽ നിയമങ്ങൾ പാലിക്കുന്നില്ല. ഗതാഗത ചട്ട ലംഘനത്തിലുള്ള പിഴയ്ക്കുള്ള നോട്ടീസ് അയക്കുന്നതിൽ വീണ്ടും കെൽട്രോണും സർക്കാരും തമ്മിൽ കൊമ്പുകോർത്തിരിക്കുകയാണ്. 25 ലക്ഷം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂ എന്ന നിലപാടിലാണ് കെൽട്രോൺ. പണം ആവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. കരാറിലില്ലാത്ത കാര്യമായതിനാൽ പണം നൽകാനാകില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ജൂൺ മാസം മുതലാണ് AI ക്യാമറ വഴിയുള്ള നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. ഈ ആഴ്ച കഴിയുമ്പോൾ കെൽട്രോൺ അയക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 25 ലക്ഷം കടക്കും. ഇനിയും തുടരണമെങ്കിൽ ഒരു നോട്ടീസിന് 20 രൂപ വെച്ച് സർക്കാർ നൽകണമെന്ന നിലപാടിലാണ് കെൽട്രോൺ. AI ക്യാമറകൾ സ്ഥാപിച്ചാൽ പ്രതിവർഷം 25 ലക്ഷം നോട്ടീസുകൾ അയക്കുമെന്ന പഠന റിപ്പോർട്ടാണ് കെൽട്രോൺ സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. ഈ റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് കെൽട്രോണും ഗതാഗത കമ്മീഷണറും തമ്മിലുള്ള ആദ്യ കരാർ ഒപ്പിട്ടത്. എന്നാൽ കരാറിൽ എത്ര നോട്ടീസ് എന്നോ ഇതിന്റെ ചെലവ് സംബന്ധിച്ചോ കൃത്യമായി പറയുന്നില്ല. ഈ കരാറിന്റെ പിൻബലത്തിലാണ് കെൽട്രോണിന്റെ ആവശ്യം സർക്കാർ തള്ളുന്നത്. കരാറിന് ആധാരമായ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമായതിനാൽ പണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെൽട്രോൺ. 3 മാസത്തിലൊരിക്കൽ ക്യാമറയ്ക്ക് ചിലവാക്കിയ തുക ഗഡുക്കളായി നൽകണമെന്നാണ് കരാറിൽ പറയുന്നത്. അഴിമതി ആരോപണത്തിൽ കരാർ ഹൈക്കോടതിയിലെത്തിയതിനാൽ 3 ഗഡുക്കൾ നൽകേണ്ട സ്ഥാനത്ത് 1 ഗഡു മാത്രമേ നൽകിയിട്ടുള്ളൂ. നോട്ടീസ് അയക്കുന്നില്ലെങ്കിൽ SMS-ൽ മാത്രം പിഴ ഈടാക്കൽ ഒതുക്കാനാണ് ഗതാഗത വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇതേവരെ ക്യാമറ വഴി കണ്ടെത്തിയത് 46 ലക്ഷം നിയമലംഘനങ്ങളാണ്. അതായത് 250 കോടിയുടെ നിയമലംഘനങ്ങൾ. ഇതുവരെ നോട്ടീസിൽ നൽകിയതിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് 52 ലക്ഷം രൂപ മാത്രമാണ്. നോട്ടീസ് അയച്ചിട്ടും ഇത്ര മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിൽ നോട്ടീസ് അയക്കാതെ SMS-ൽ മാത്രമാകുമ്പോൾ പിഴ ഈടാക്കുന്നത് വീണ്ടും കുറയുമെന്നാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ നിഗമനം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.